ഏതാനും വർഷങ്ങളായി കേൾക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിന്റെ സാമ്പത്തിക നില അത്ര നല്ല നിലയിലല്ല എന്നുള്ള കാര്യം. മന്ത്രിമാർക്ക് പുതിയ കാറുകൾ വാങ്ങാനും മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കാനും പുതിയ പേഴ്സണൽ സ്റ്റാഫുകളെ നിയമിക്കാനും കോടതികളിൽ കേസ് നടത്താനും ഡൽഹിയിൽ പ്രത്യേക പ്രതിനിധിയെ വെക്കാനുമൊക്കെയായി കോടിക്കണക്കിന് രൂപ സർക്കാർ ചിലവഴിക്കുന്നുണ്ടെങ്കിലും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കുന്നതടക്കമുള്ള പല പ്രവർത്തനങ്ങളും കടത്തിലാണ് സർക്കാർ ഒഴിച്ചുകൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഒരു പരമാർത്ഥം. ഇപ്പോൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് വാഗ്ദാനം ചെയ്ത ക്ഷേമ പെൻഷൻ കുടിശ്ശിക പോലും നൽകാൻ കഴിയാത്ത അവസ്ഥയാണ് സർക്കാരിന്. ഇങ്ങനെ പ്രതിസന്ധി രൂക്ഷമായതോടെ സർക്കാർ ഒരാഴ്ചയായി ഓവർ ഡ്രാഫ്റ്റിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് വരുന്നത്. ഖജനാവിൽ മിച്ചമില്ലാത്തതിനാൽ ദൈനംദിന ചിലവുകൾക്ക് വായ്പ എടുത്താണ് മുന്നോട്ട് പോയിരുന്നത്. ഇതിന്റെ പരിധി കഴിഞ്ഞതോടെയാണ് സംസ്ഥാനം ഒരാഴ്ചയായി ഓവർ ഡ്രാഫ്റ്റിൽ ആയിരിക്കുന്നത്. ഈ വർഷം ആദ്യമായിട്ടാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. 2000 കോടി രൂപ കടമെടുത്ത് ഓവർ ഡ്രാഫ്റ്റ് പരിഹരിക്കാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശ്രമം വിജയിച്ചാൽ ഇതോടെ ഓവർ ഡ്രാഫ്റ്റ് ഒഴിയുമെങ്കിലും വൻതോതിൽ പണം ചെലവിടേണ്ട ഓണക്കാലം വരുന്നതിനാൽ സർക്കാർ കടുത്ത ആശങ്കയിലാണ്. ഓണക്കാലത്തെ ചിലവുകൾക്ക് 8000 കോടി രൂപയെങ്കിലും വേണ്ടിവരും. 2013 എടുത്ത 15000 കോടിയുടെ കടം തിരിച്ചടക്കേണ്ടതും ഈ ഓണക്കാലത്താണ് എന്നുള്ളതും സർക്കാരിന് വലിയ തലവേദനയാകാൻ പോവുകയാണ്. കടമെടുക്കുന്നതിന് കേന്ദ്രത്തിന്റെ നിയന്ത്രണം ഉള്ളതിനാൽ ചെലവ് ചുരുക്കൽ മാത്രമാണ് മാർഗം. എന്നാൽ സർക്കാർ ചിലവ് ചുരുക്കാതെ പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നത് ഉൾപ്പെടെയുള്ള പുതിയ ചിലവുകൾക്ക് കോപ്പ് കൂട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. അക്കൗണ്ടന്റ് ജനറലിന്റെ താൽക്കാലിക കണക്കുകൾ അനുസരിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലായി 9334.39 കോടിയാണ് വരവും ചിലവും തമ്മിലുള്ള വിടവ്. 5 വർഷങ്ങളിൽ ഏറ്റവും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇത്തവണ കേരളം കടന്നു പോകുന്നത് എന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ. വിവിധ പദ്ധതികളിലെ സഹായധനമായി 1316 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട്. ഈ പണം അടിയന്തരമായി നൽകണം എന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന് ധനമന്ത്രി KN ബാലഗോപാൽ നിവേദനം നൽകിയിരിക്കുകയാണ്. കൂടാതെ 1% അധിക വായ്പ എടുക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. GST നഷ്ടപരിഹാരം നിർത്തലാക്കിയത് ഉൾപ്പെടെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന 26000 കോടി രൂപ ഇത്തവണ കുറഞ്ഞു എന്നാണ് കേരളത്തിന്റെ പരാതി.